നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാണം കെട്ടി നിൽക്കുന്നത് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയാണ്. വലിയ സൈബർ ആക്രമണമാണ് ലക്ഷ്മിക്ക് നേരെ നടക്കുന്നത്. ഒന്നാം അതിജീവിതയുടെ ചില വിവരങ്ങളൊക്കെ പങ്കുവച്ച് രംഗത്തേക്ക് വന്ന് രാഹുലിനെതിരെ ശക്തമായി നിന്നിരുന്നത് ലക്ഷ്മി പത്മയായിരുന്നു. എന്നാൽ പിന്നീട് ലക്ഷ്മിയുടെ ചില പ്രവൃത്തികൾ അവർക്ക് തന്നെ വിനയാകുന്ന തരത്തിലായിരുന്നു, പ്രത്യേകിച്ച് മൂന്നാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിച്ചു കീറുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയാണ് ലക്ഷ്മി പത്മയ്ക്ക്. അവരെ വലിച്ചു കീറുന്ന തരത്തിലാണ് പല പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ രാഹുലിനെ അനുകൂലിക്കുന്നവരും ജനങ്ങളും ഒക്കെ തന്നെ ലക്ഷ്മി പത്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നാൽ സൈബർ ഇടത്തിൽ കറങ്ങി നടക്കുന്ന ചില പോസ്റ്റുകളുണ്ട്, അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ പോസ്റ്റുകൾ വ്യാപകമായി വൈറലാക്കപ്പെടുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുകയാണ്. ലക്ഷ്മി പത്മ അവർ രാഹുലിനെ കുടുക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം അതിജീവിതമാരെ കൊണ്ടുവന്നു എന്നുള്ള തരത്തിലേക്കൊക്കെയാണ് ഈ പോസ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് രാഹുലിനോട് ലക്ഷ്മി പത്മയ്ക്ക് എന്താണ് ഇത്ര പക എന്നുള്ളതാണ് ചോദ്യം. രാഹുലിൽ ആദ്യം ആകൃഷ്ടയായത് ലക്ഷ്മി പത്മയാണോ എന്നുള്ള അതിരുവിട്ടു പോകുന്ന ചില പോസ്റ്റുകളും കമന്റുകളും ഒക്കെ അവർക്ക് നേരെ വരികയാണ്. ഈ പോസ്റ്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആർമി വൈറലാക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ആൻസി ജോസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കണം. കാരണം ലക്ഷ്മി പത്മ ഈ വിഷയത്തിൽ ലക്ഷ്മി പത്മയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ രാഹുൽ വിഷയത്തിൽ വലിയ ധാർമ്മികത പറയുന്ന ലക്ഷ്മി പത്മ പോയിരിക്കുന്നത് ബിഗ് ടി വിയിലേക്കാണ്. അവരോടൊപ്പം അവർക്ക് സഹപ്രവർത്തകനായിട്ടുള്ളത് വേണു ബാലകൃഷ്ണനാണ്. ഈ വേണു ബാലകൃഷ്ണനെ മാതൃഭൂമിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യവും ലക്ഷ്മി പത്മയ്ക്ക് നേരെ ഉയരുന്നുണ്ട്. അതുപോലെ ഒരുത്തൻ്റെ കൂടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ പറയുന്നത് അതിജീവിതമാർക്കൊപ്പമാണ് എന്നും. നിങ്ങൾ എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പല പോസ്റ്റുകളിലും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആൻസി ജോസിന്റെ പോസ്റ്റ് മറ്റൊരു തരത്തിലാണ്, അത് നമുക്കൊന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു സ്ത്രീ ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ആ ആരോപണത്തിന്റെ മുഴുവൻ മെറിറ്റും നഷ്ടപ്പെടത്തക്ക രീതിയിൽ മുഴുവൻ സൈബർ ലോകവും ആ പരാതിക്കാരിയെ അധിക്ഷേപിക്കാൻ സാഹചര്യം ഒരുക്കത്തക്ക രീതിയിൽ പരാതിക്കാരിയുടെ ക്യാഷ് ട്രാൻസാക്ഷനുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഈ മാധ്യമ പ്രവർത്തക പുറത്തുവിടുന്നു. റേപ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആരോപണ വിധേയന് പണം കൊടുത്തതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് എന്തിനു വേണ്ടിയാണ്? ആ പെൺകുട്ടിയെ സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കാൻ ആരാണ് ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്? പരാതിക്കാരിയുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയും ഇല്ലാതാക്കാൻ വേണ്ടി ഈ മാപ്രയ്ക്ക് അവരോട് എന്താണ് വിരോധം? ആർക്കും അറിയാത്ത ആ പെൺകുട്ടിയുടെ പേരടക്കം വെളിപ്പെടുത്തി അവരോട് എന്തിനാണ് ഈ മാപ്ര പക വീട്ടിയത്? ഇതാദ്യമായിട്ടല്ല അതിജീവിതകൾക്കെതിരെ ഈ മാപ്ര രംഗത്ത് വരുന്നത്. രാഹുലിനെതിരെ വന്ന ആദ്യ പരാതിയിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞത് ഇതേ മാപ്ര തന്നെയാണ്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് വാളിൽ ആ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിയാത്തവരെ മുഴുവൻ ആ പെൺകുട്ടി ആരാണെന്ന് അറിയിച്ചു കൊടുത്തത് ഇവരാണ്. ഈ വിഷയത്തിൽ നിരവധി കേസുകളാണ് സൈബർ അധിക്ഷേപത്തിൽ കേരള പോലീസ് എടുത്തിരിക്കുന്നത്. ആ നടപടികളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നാലാംകിട മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കാണിക്കണം. ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകകളാൽ സൈബർ ലിഞ്ചിങ് ചെയ്യപ്പെടുന്ന മുഴുവൻ പരാതിക്കാരികൾക്കും ഐക്യദാർഢ്യം. വാൽകഷ്ണം പച്ചമലയാളത്തിൽ ഇതിന് പറയും, ആങ്ങള ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കരച്ചിൽ കാണണം എന്നതുപോലെ എനിക്ക് അനുഭവിക്കാൻ കിട്ടിയില്ലവനെ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചവർ അങ്ങനെ സുഖമായി ജീവിക്കണ്ട, കൈയടിക്കടേ ഇമാതിരി അവളോടൊപ്പക്കാരികളെ. ഇതായിരുന്നു ആൻസി ജോസിന്റെ പോസ്റ്റ്. അതായത് ലക്ഷ്മി പത്മയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്, അത് തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ അതിജീവിതകളോട് വലിയ സ്നേഹം കാണിച്ച് അവരോടൊപ്പം കൂടി അവരെ ചതിക്കുന്ന പണി കാണിക്കുന്നത് എന്നാണ് ആൻസി ജോസ് ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇതേ രീതിയിലാണ് ലക്ഷ്മി പത്മയ്ക്ക് നേരെ നിരവധി പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ ഒരു ഉറച്ച ശബ്ദമായിട്ട് ആദ്യം കേട്ടതും ലക്ഷ്മി പത്മയുടെ വാക്കുകളായിരുന്നു. അങ്ങനെ ഒരു അതിജീവിത ഇല്ല എന്നുള്ള ചർച്ച വന്നപ്പോൾ
അങ്ങനെ ഒന്നാം പരാതിക്കാരിയെ ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു അതിജീവിതയുണ്ട്, ഞാൻ അവളെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മ പോസ്റ്റ് ഇടുകയും പിന്നീട് ചാനലിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ലക്ഷ്മി പത്മയുടെ ചില പ്രവർത്തികൾ അത് അവർക്ക് തന്നെ വിനയാക്കുന്നതായി പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ മൂന്നാം പരാതിക്കാരിയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത്. അത് വലിയ രീതിയിലാണ് ലക്ഷ്മി പത്മയ്ക്ക് തിരിച്ചടിച്ചത്. കാരണം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരുത്തന് ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ഡേറ്റും കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി 8-നാണ് അതിക്രൂരമായ ബലാത്സംഗം നടന്നു എന്ന് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 8-ാം തീയതി കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മൂന്നാം പരാതിക്കാരി ഗിഫ്റ്റുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചതോടുകൂടിയാണ് അടപടലം മൂന്നാം പരാതിക്കാരി പാളിപ്പോയത്. ഇത് ലക്ഷ്മി പത്മയുടെ ഒരു അതിര് വിട്ടുപോയ ഇടപെടൽ തന്നെയായിരുന്നു. ഇത് വലിയ തോതിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിലൊന്നും, അതായത് സൈബർ ആക്രമണം നടക്കുന്നതിൽ ഒന്നും പ്രതികരിക്കാൻ ലക്ഷ്മി പത്മ ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും മൂന്നാം പരാതിക്കാരിയെ അടപടലം തേച്ചൊട്ടിച്ചത് ലക്ഷ്മി പത്മയാണെന്നാണ് ഇപ്പോൾ ആൻസി ജോസും പറഞ്ഞു വെക്കുന്നത്. ആൻസി ജോസ് മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ രാഹുലിൻ്റെ ഇൻ്റർവ്യൂ വന്നത്, ഹാഷ്മിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നതിൻ്റെ ആ ദിവസം അവർ പങ്കുവച്ച പോസ്റ്റാണ്. അതുകൂടി നമുക്കൊന്ന് നോക്കണം. ഹാഷ്മിയെ ജേർണലിസം പഠിപ്പിക്കാൻ, മാധ്യമധർമ്മം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു കൂട്ടം സോ കോൾഡ് സ്ത്രീപക്ഷവാദികളെയും കോപ്രാച്ചികളെയും കാണുമ്പോൾ, അവറ്റകളുടെ കരച്ചിൽ കാണുമ്പോൾ ചിലത് പറയാതെ വയ്യ. കുറച്ച് ദിവസമായി പ്രവർത്തനരഹിതമായിരുന്ന അതിജീവിതമാരെ വെച്ചുകൊണ്ടുള്ള ഇരവാദ എഞ്ചിൻ വീണ്ടും അതിശക്തമായിട്ട് പ്രവർത്തിച്ച് കുറെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വീശി സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു. ഇപ്പോൾ ഓർത്തുപോകുന്നു കഴുക്കോലിൽ തൂങ്ങിയാടി പിടഞ്ഞു തീർന്ന പിഞ്ച് ശരീരങ്ങളെ, വാളയാറും വണ്ടിപ്പെരിയാറും. കേവലം 6 വയസ്സ് മാത്രമുണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടി കുഞ്ഞിനെ വശത്താക്കി അതിൻ്റെ ഇളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവായിരുന്നു ആ കൊലയാളി. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞപ്പോൾ പതിവ് കാര്യം തന്നെ നടന്നു. ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഒരു മാധ്യമ മാപ്രാച്ചിക്കും പൊള്ളിയില്ല. ആ കുഞ്ഞിന് കിട്ടാതെ പോയ നീതി വാങ്ങി നൽകണമെന്ന് ഒറ്റ മുതുക്കി ഫേക്ക് ഫെമിനിസ്റ്റുകൾക്കും തോന്നിയതുമില്ല. കഥ അവിടെ തീർന്നില്ല. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുപ്പിക്കാൻ, അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കട്ടി ഒരു ചാനലിലും ജേർണലിസ്റ്റിനും ഉണ്ടായി. വെറും 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ, എട്ടും പൊട്ടും തിരിയാത്ത 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലിനെ, ഇൻ്റർവ്യൂ ചെയ്ത ജേർണലിസ്റ്റിനെ വിമർശിക്കാൻ ഒറ്റ മാപ്രാച്ചി കോക്രാച്ചികൾക്കും നാവ് പൊന്തിയതുമില്ല. അന്നേരം അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്ന സകലരും ഇപ്പോൾ ഹാഷ്മിക്കെതിരെ മാധ്യമധർമ്മം എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടാലിറ്റി അല്ല. അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല, പൊടിക്കുട്ടികളെ വേട്ടയാടിയിട്ടില്ല, ഒരാളെയും കൊന്നിട്ടുമില്ല. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട മര്യാദ, മാന്യത ഒന്നും അയാൾ കാണിച്ചില്ല എന്നത് നേര്. കിട്ടിയ പദവി, ജനപിന്തുണയൊക്കെ കാസനോവ കളിച്ച് ദുരുപയോഗം ചെയ്തു. 1ഉം 2ഉം കെട്ടി പിന്നെ 1/2 ഡസൻ ചിന്ന വീട് സെറ്റപ്പുള്ള കോഴീഷന്മാർ മന്ത്രിയായിട്ടും MLA ആയിട്ടും വിലസി നിൽക്കുന്ന നാട്ടിൽ തന്നെയാണടേ ഈ മാങ്കൂട്ടവും ഉള്ളത്. അവന്മാർ ചെയ്തതുപോലെയുള്ള ഞരമ്പിസം തന്നെയേ ഓനും ചെയ്തിട്ടുള്ളൂ. ഒരു ചൂണ്ടയിട്ട് നോക്കി അതിലാരെങ്കിലും കൊത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയാണ് ചെയ്തത്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. അതിനയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ്. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അവിവാഹിതനായ അയാളും വിവാഹിതകളായ സ്ത്രീകളും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ഈ നാട് കടത്താൻ തക്ക ക്രൈം ആകുന്നുള്ളൂ. പിന്നെ ഗർഭഛിദ്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തീരുമാനിക്കാൻ കോടതിയുണ്ടല്ലോ. നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ കിട്ടേണ്ട ശിക്ഷ അയാൾക്ക് കിട്ടും, അതിജീവിതയ്ക്ക് നീതിയും ലഭിക്കും. ഇതൊരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റല്ല. അങ്ങനെയാണെന്ന് തോന്നിയാൽ അത് എൻ്റെ പ്രശ്നവുമല്ല. തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കണം,
കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അത് കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും അവളുമാരും കുടിക്കണം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചുപിള്ളാരെ നോക്കി വെള്ളം ഇറക്കിയവനും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനും ഒക്കെ തെമ്മാടികൾ തന്നെയാണ്. അവൻ്റെയൊക്കെ പേരും മാപ്രകൾ എന്ന് തന്നെയാണ്. പക്ഷേ അവനൊക്കെ ഇടത് PR വർക്ക് കൈയാളുന്നവർ ആയതുകൊണ്ട് പോക്സോ കുറ്റം ചെയ്താലും നോ പ്രശ്നം, പോക്സോ കേസ് പ്രതിയെ വെളുപ്പിച്ചാലും നോ പ്രശ്നം. ഇവറ്റകളുടെ വീക്ഷണ കോണകത്തിൽ കേരളത്തിലെ ഒരേ ഒരു ഭീകര പെർവേർട്ട് രാഹുൽ മാത്രമാണ്. മാധ്യമധർമ്മത്തെ നോക്കി കൊഞ്ഞണം കുത്തിയ അതിജീവിതകളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത ഒരേ ഒരു ദുഷ്ട മാപ്ര ഹാഷ്മി മാത്രമാണത്രേ. സത്യത്തിൽ രാഹുൽ വിഷയത്തിൽ പലരും ആയുധമാക്കുന്നത് അയാളുടെ രാഷ്ട്രീയമാണ്. അയാളുടെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് ഒന്നുകൊണ്ട് മാത്രം കുറെ ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷവാദികൾക്ക് നിരുപാധിക പിന്തുണ കൊടുക്കുന്നവരാണ് അധികവും. സ്വന്തം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അയാൾ ഇനി ഭൂലോക തരികിടയായാലും അയാളുടെ മതിൽ ചാട്ടം കയ്യോടെ പിടിച്ചാലും അതിനെ മെഴുകി ന്യായീകരിക്കുന്ന അണികൾക്ക് ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? ഒരു തൃശൂർ ബേസ്ഡ് മതിൽ ചാട്ടം കയ്യോടെ പിടിച്ചിട്ട് അന്ന് അയാൾ സ്വന്തം പാർട്ടിയിലെ ജിഹു ആയിരുന്നപ്പോൾ മറച്ചു പിടിച്ച ശേഷം അയാൾ അപ്പുറം പോയപ്പോൾ വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ അണികൾ ഈ സോഷ്യൽ മീഡിയ വരമ്പത്ത് നിന്ന് ഇപ്പോൾ സദാചാരം പറയുന്നു. ഇവിടെ പീഡനത്തിൻ്റെ അളവ് റിക്ടർ സ്കെയിൽ വെച്ച് അളന്ന നേതാക്കൾക്ക് ജയ് വിളിക്കുന്ന അണികൾ രാഹുലിനെ കല്ലെറിയുന്നു. ഇങ്ങനെ പോകുന്നു മറ്റൊരു പോസ്റ്റ്. എന്തായാലും രാഹുൽ ധാർമ്മികമായി അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും നിയമപരമായി അയാൾ ചെയ്തത് തെറ്റല്ല എന്ന് തന്നെയാണ് ആൻസിയും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റുകൾ ഇതെല്ലാം ലക്ഷ്മി പത്മയ്ക്ക് നേരെയും വിരൽ ചൂണ്ടുന്നവയാണ്. ലക്ഷ്മി പത്മ എന്തിനാണ് രാഹുലിനെ കുടുക്കിയേ തീരൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് സൈബർ ഇടം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.